ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലായ വ്ളോഗ്സ് ബൈ കിരൺ ബ്ലാക്ക്. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായിട്ട് ഈ വീഡിയോയുടെ അടിയിൽ ഇടുക. എന്നാലേ നമുക്കായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ നടക്കുള്ളൂ അല്ലേ. അപ്പോൾ ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ കോലം മുടി കണ്ടോ, മുടി ഭയങ്കര ഡ്രൈ ആയി. കാരണം ഭയങ്കര ഈ മൂന്നാർ പോക്ക്, അത് കഴിഞ്ഞ് പിന്നെ വർക്കിൻ്റെ ഭാഗമായിട്ട് പാലക്കാട് അങ്ങനെ കുറേ സ്ഥലത്തൊക്കെ പോയി, എന്താ പറയുക, ഭയങ്കര ഡ്രൈനെസ് കയറിയിരിക്കുകയാണ് മുടി. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഭയങ്കര ഡ്രൈ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീം ഡ്രൈ ആയിട്ട് എനിക്ക് തന്നെ ഇപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത വിധത്തിലിരിക്കുക. അത് ഈ ട്രാവലും പിന്നെ ചൂടും പൊടിയൊക്കെ കൊള്ളുന്നതുകൊണ്ടാണ് ഈ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ്. കാരണം മുടി വളർത്തി കഴിയുമ്പോൾ ഭയങ്കര കെയറിങ് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ മുടി വളർത്തുന്നവരുടെ അടുത്തും പ്രത്യേകം പറയുകയാണ്, നിങ്ങൾ മുടി വളർത്തുന്നുണ്ടെങ്കിൽ നന്നായിട്ട് കെയർ ചെയ്യുക. അതാണ് നമുക്കും നല്ലത്, നമ്മുടെ കൂടെ നടക്കുന്നവർക്കും ചുറ്റുപാടുള്ളവർക്കും നല്ലത് അതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി ഇതായി കഴിഞ്ഞാൽ താരൻ, പേൻ, അത് ഇതുപോലെയൊക്കെ വരും. പിന്നെ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരും. അപ്പോൾ ഇപ്പോൾ താരനും ഇതും മുടി കൊഴിച്ചിലൊന്നുമില്ല. ഇപ്പോൾ ഡ്രൈനെസ് ആണ്. അപ്പോൾ ഡ്രൈനെസ് മാറാൻ വേണ്ടി ഞാൻ വീട്ടിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യാറ് വീട്ടിൽ. മുടിയുടെ കാര്യത്തിൽ ഞാൻ അങ്ങനെ ഇതാക്കാറില്ല. പുറത്ത് വല്ലപ്പോഴും പോയി ഒന്ന് സ്പാ ചെയ്യും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെയാണ് ഞാൻ സ്പാ ചെയ്യുന്നത്. ഇടയ്ക്ക് ക്രീം വെച്ച് സ്പാ ചെയ്യും, ഇടയ്ക്ക് ഞാൻ നാച്ചുറൽ പ്രൊഡക്ട്സ് വെച്ച് സ്പാ ചെയ്യും. പല പ്രൊഡക്ട്സ് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുറേ നമ്മുടെ പേജിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഒരു വീഡിയോ, ഞാൻ മുടിയിലിടുന്ന സ്പാ. അതിൻ്റെ തന്നെ വേറൊരു വീഡിയോ. ഡ്രൈനെസ് ഒക്കെ പോവാനും എന്താ പറയുക, ഡീപ്പ് കണ്ടീഷൻ ചെയ്യാനും വീട്ടിൽ തന്നെ ചെയ്യുന്ന ഒരു രണ്ട് പ്രൊഡക്റ്റ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഹെയർ സ്പായാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. നല്ല റിസൾട്ടാണ്. ഞാൻ കുറേ ചെയ്യുന്നതിൽ ഒരെണ്ണമാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഒരെണ്ണം ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്, ഹെയർ വീട്ടിൽ ചെയ്യുന്ന ഒരു സ്പാ, ഗ്രോത്തിനും ഇതിനൊക്കെ നല്ലതായിട്ട്. ഇതിപ്പോൾ ഡ്രൈനെസ് ആണ് എനിക്ക് മെയിൻ ഇമ്പോർട്ടൻറ്റ്. കണ്ട ഡ്രൈ അങ്ങോട്ട് കയറിയിട്ട് ഭയങ്കര ഇതായി. അപ്പോൾ ഇത് നമുക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അവക്കാഡോ വെച്ചിട്ടുള്ളൊരു എന്താ പറയുക ഹെയർ സ്പായാണ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ നല്ല അവക്കാഡോ കണ്ട, പച്ചയായാലും പഴുത്തായാലും യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഒരു മീഡിയം ഇതാണ്. ഞാനിതിപ്പോൾ പഴുത്തിട്ടുണ്ടാകുന്ന നോക്കിയതാണിത്. അപ്പോൾ ഇതൊരു മീഡിയം ഇതാണ്. അവക്കാഡോ എന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മുടെ ഹെയറിന് വേണ്ട എല്ലാ റിച്ച് ഐറ്റംസും, പ്രോട്ടീൻ, നമുക്ക് എന്താ പറയുക, ഭയങ്കര ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. നമുക്ക് കഴിക്കാനും നല്ലതാണ്, മുടിയുടെ ഹെൽത്തിനും സ്കിന്നിനും. ഇത് നമുക്ക് പുറമേ നമുക്കൊരു സ്പാ ക്രീമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ആണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അവക്കാഡോ ഒന്ന് മുറിക്കാം. അവക്കാഡോ മുറിച്ച് അങ്ങനെ അവക്കാഡോ രണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കുരു പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് വെച്ചാണ് നമ്മൾ എന്താ പറയുക നമ്മുടെ ഹെയർ സ്പാ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാദ്യം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചിരണ്ടിയിട്ട് നമുക്കൊരു മിക്സിയിലേക്ക് ഇടാം. അപ്പോൾ നമുക്കൊരു മിക്സി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. മിക്സി എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കെല്ലാം ഇതിൻ്റെ ഉള്ളിലത്തെ ഈ തോട് വേണ്ട, അല്ലാണ്ട് ഉള്ളിലത്തുള്ള ഈ ഫ്ലഷി ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്തേക്ക് ചിരണ്ടി എടുക്കാം കേട്ടോ. തോട് കളഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചിരണ്ടി ഇടാം. അങ്ങനെ ഞാൻ അവക്കാഡോ ഒക്കെ ഇങ്ങനെ അരിഞ്ഞിട്ടിട്ടുണ്ട്. തോട് കളഞ്ഞിട്ട് ഇങ്ങനെ അരിഞ്ഞ് കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ മീഡിയം പഴുപ്പായിട്ടുള്ളൂ. നല്ലപോലെ പഴുത്തിരിക്കുന്നതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചുരണ്ടി എടുത്താൽ തന്നെ ഇതിനകത്തേക്കാവും. ഇതിപ്പോൾ മീഡിയം ആയതുകൊണ്ടാണ് നമുക്ക് മിക്സി യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അതിനകത്ത് തന്നെ ഇങ്ങനെ ജെല്ലി പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് രണ്ട് നാടൻ മുട്ട നമുക്ക് ഇതിനകത്തേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇപ്പം എൻ്റെ ഹെയറിന് ഒരു അവക്കാഡോ മതി, ഒരു മീഡിയം സൈസ് അവക്കാഡോ മതി. ഇപ്പം കുറേ ലെങ്ത് ഉള്ളവർക്കാണെങ്കിൽ, കുറേ മുടിയുള്ളവർക്കാണെങ്കിൽ എന്താ പറയുക, 2 അവക്കാഡോ ഒക്കെ എടുക്കാം. നല്ലപോലെ 2 അവക്കാഡോ ഒക്കെ എടുക്കാം. അപ്പോൾ ഞാൻ 2 മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് ഭയങ്കര തിക്കായിട്ട് തന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട ഇതിനകത്ത് തന്നെ അടിച്ച് കൊണ്ടുവരാം. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊണ്ടുവരാം. അങ്ങനെ ഞാൻ മിക്സിയിൽ നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. കണ്ട നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഒന്നും ആഡ് ചെയ്തിട്ടില്ല. 2 മുട്ട, ഒരു അവക്കാഡോ, മീഡിയം സൈസ് അവക്കാഡോ ഇട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലേക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ഇതേപോലെ കണ്ട പാത്രത്തിലാക്കി ഇനി നമുക്ക് ഡയറക്റ്റ് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഞാനൊന്ന് ഹാഫ് വെറ്റാക്കുവേ.
കാരണം ഇപ്പോൾ ഇത്തിരി ഭയങ്കര ഡ്രൈ ആയിട്ട് കയറിയിരിക്കുന്നത്, അപ്പോൾ നമുക്ക് ഇടാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഒന്ന് ഹാഫ് വെറ്റാക്കിയിട്ട്, അതായത് വെറുതെ നനച്ച് ഒന്ന് വെറ്റാക്കിയതിന് ശേഷം ഇത് ഒരേന്ന് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ സ്പാ ചെയ്യണ പോലെ തന്നെ നമുക്കിങ്ങനെ ഒരേന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് വെറ്റ് ചെയ്തിട്ട് വരാം. അങ്ങനെ ഞാൻ മുടി ഒന്ന് ഹാഫാക്കി നനച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വേണം നമുക്ക് നമ്മുടെ ക്രീം തിരിച്ചെടുത്ത് പുരട്ടി കൊടുക്കുക. അപ്പം മൊത്തത്തിൽ പുരട്ടണമെന്നില്ല, ലോങ് മുടിയാണെങ്കിൽ ഇങ്ങനെ ഒരേ സെക്ഷൻ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരേ മുടിയിൽ ഇങ്ങനെ പുരട്ടി കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ എടുത്തു. ഇനി നമ്മുടെ ക്രീം പുരട്ടുമ്പോൾ എപ്പോഴും ഇങ്ങനെ വലിച്ച് പുരട്ടാൻ നോക്കണം കേട്ടോ. കുറേശ്ശെ എടുത്ത് പുരട്ടിയാൽ മതി, കുറേ എടുക്കണ്ട. നമുക്ക് അടുത്ത സെക്ഷൻ എടുത്തിട്ട് ഇതേപോലെ പുരട്ടാം. മൊത്തത്തിൽ പുരട്ടി ഇങ്ങനെ പെട്ടതാണ് കുറച്ചും കൂടി നമുക്ക് മുടിക്ക് നല്ലതായിട്ട് കിട്ടുന്നത്. അങ്ങനെ സെക്ഷൻ എടുത്ത് ഞാൻ ഹെയർ ഫുൾ അറ്റം വരെ എല്ലായിടത്തും പുരട്ടിയിട്ടുണ്ട്. നല്ലപോലെ ഇങ്ങനെ വലിച്ച് വേണം പുരട്ടാനായിട്ട്. ഇപ്പം ഞാൻ ഇതിനകത്തേക്ക് മതി, എനിക്ക് ഡ്രൈനെസ് മാത്രം പോയാൽ മതി, ബാക്കിയുള്ളതിനൊക്കെ ഞാൻ ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് താരൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ താരന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനകത്തേക്കും കറ്റാർ വാഴയും എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട് എന്താ പറയുക, നമ്മുടെ ഉലുവ ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് തേക്കാം. മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അത് തേക്കാം. പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന എണ്ണ, ഇപ്പോൾ എൻ്റെ പേജിൽ തന്നെ ഞാനൊരു എണ്ണ ഇട്ടിട്ടുണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് ഒരു 2 ഡ്രോപ്പ് ഇത് അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇട്ടിട്ട് അതൊന്ന് ജസ്റ്റ് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഇതിനകത്ത് അവക്കാഡോയും എഗ്ഗും മാത്രം ഇട്ടിട്ടുള്ളൂ. അതെ, ഫുൾ എൻ്റെ ഹെയർ ഞാൻ ഫുൾ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 30 to 45 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഹെഡ് മസാജർ ഉണ്ടെങ്കിൽ അത് വെച്ച് ഹെഡ് മസാജ് ചെയ്യാം. അപ്പോൾ ഒരു മസാജും കിട്ടി. അങ്ങനെ ചെയ്യാം. ഇനി ഇപ്പോൾ നമുക്കിനി ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വാഷ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. നല്ല റിസൾട്ടാണ് കേട്ടോ. നല്ല റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്ന കാരണം നല്ല റിസൾട്ടാണ്. ഇതിന് മുമ്പുള്ളൊരു ഹെയർ സ്പായുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചെമ്പരത്തി ഇത് എല്ലാം കൂടി താരനും ഹെയർ സ്പായ്ക്ക് പോലെ തന്നെയുള്ളൊരു ഇതിട്ടിട്ടുണ്ടായിരുന്നു. അതിന് നല്ല റിസൾട്ടാണെന്നും പറഞ്ഞ് കുറേ പേര് എനിക്ക് എന്താ പറയുക മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ അടിയിൽ തന്നെ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കൊരു 45 മിനിറ്റ് റെസ്റ്റ് കൊടുക്കാം, എന്നിട്ട് വരാം. അങ്ങനെ അത് 45 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഒരു 45 മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഷാമ്പൂ ഇട്ട് കഴുകിയിട്ട് നന്നായിട്ട് കണ്ടീഷണർ യൂസ് ചെയ്യണേ. രണ്ടും യൂസ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ട് കഴുകാം. കാരണം നമ്മൾ എഗ്ഗ് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഷാമ്പൂ ചെയ്തിട്ട് കണ്ടീഷണറും യൂസ് ചെയ്തിട്ട് നമുക്ക് കുളിച്ചിട്ട് വരാം. ഓക്കെ, അങ്ങനെ ഞാൻ കുളിച്ച് ഇതായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല ആ ഡ്രൈനെസ് മാറിയിട്ടുണ്ട്. കാരണം നിങ്ങൾ നേരത്തെ നനച്ച് വന്നപ്പോൾ കണ്ടിട്ടുണ്ടാവും, എന്താ പറയുക, ഇങ്ങനെ ഒരു ചകിരിച്ചോറ് പോലെ ഇരിക്കുന്നത്. ഇപ്പോൾ കണ്ടത് ഇവിടെയൊക്കെ നല്ല കേള്. ഇതിൻ്റെ ഒറിജിനൽ മുടി ഇങ്ങനെ കേളാണല്ലോ, അപ്പോൾ അതിങ്ങനെ കേളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല റിസൾട്ടാണ്. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്തു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.